ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇടയ്ക്കൊന്നും ഞാൻ മുങ്ങിയിട്ടില്ല. മൂന്നാമത്തെ ദിവസം വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഈ ഡേ 1 ഡേ 2 എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഡേ 1 അടിപൊളിയായിരുന്നു. നമ്മൾ ഇൻട്രസ്റ്റോടെ തുടങ്ങി രാത്രിയായിട്ട് വിശന്നപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നലെ ഡേ 2 രാത്രിയിൽ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചു. എന്നാലും ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ മക്കള് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതൊക്കെ വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ഗ്രീൻ ടീ മാത്രമേ കുടിച്ചുള്ളൂ. നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് സമയത്ത് ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ് വിശക്കുവാണെങ്കിൽ. അങ്ങനെ ഡേ 2 കഴിഞ്ഞു. ഇന്ന് ഡേ 3 രാവിലെ വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. ഇന്നലെ നമുക്ക് 1 കിലോ 400 ഗ്രാം ആയിരുന്നു കുറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റിസൾട്ട് ഡെയിലി നമുക്ക് കിട്ടത്തില്ലെന്ന്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ എന്റെ റിസൾട്ട് ഞാൻ ഈ സ്ക്രീനിന്റെ സൈഡിൽ കാണിച്ചു തരാം. എനിക്ക് 76.500 കിട്ടിയത്. അപ്പൊ ആദ്യത്തെ ദിവസം 78.600 ആയിരുന്നു. രണ്ടാമത്തെ ദിവസം 77.200 ആയിരുന്നു. ഇന്ന് മൂന്നാമത്തെ ദിവസം ആയപ്പോ 76.500 മൊത്തത്തിൽ എനിക്ക് വെയിറ്റ് കുറഞ്ഞത് 2 കിലോയും 100 ഗ്രാമുമാണ്. ഇന്നലെ മാത്രമായിട്ട് കുറഞ്ഞത് നോക്കുകയാണെങ്കിൽ 700 ഗ്രാം ആണ്. അപ്പൊ എന്തായാലും 2 ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ട് ആണ്. ആ ഒരു റിസൾട്ട് കണ്ടപ്പോൾ തന്നെ മുന്നോട്ട് ചെയ്യാൻ തോന്നി. അല്ലെങ്കിൽ ഇന്ന് രാവിലെ എണീറ്റപ്പം എനിക്ക് നന്നായിട്ട് വിശക്കുകയും നല്ല മടിയായിരുന്നു വെയിറ്റ് ലോസ് ചെയ്യാൻ. ആദ്യത്തെ 1-2 ദിവസം നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്യാൻ. പോകെ നിങ്ങൾ വീഡിയോസ് നോക്കിയാലും അറിയാം. എന്റെ പഴയ വെയിറ്റ് ലോസ് ചലഞ്ചില് ആദ്യം നിൽക്കുന്ന കൂട്ടുകാരൊന്നും പിന്നെ കാണത്തില്ല. കാരണം എല്ലാവർക്കും മടിയാവും. പിന്നെ അടുത്ത മാസം ആവട്ടെ അന്നേരം ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ച് ഇപ്പൊ ഈ 2 ദിവസം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എനിക്ക് ഈ 2 കിലോ 100 ഗ്രാം കുറഞ്ഞതിന് പകരം ആ വെയിറ്റ് കൂടി ഞാൻ 80-ലെത്തിയേനെ. ഇപ്പൊ 70-80 മാറി 77 കഴിഞ്ഞു. 76 കുറയുന്നതിന് പകരം ഞാൻ കൂടിക്കൊണ്ട് പോയേനെ. അപ്പൊ എന്തായാലും ഞാൻ ചെയ്ത കാര്യം നല്ലതാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ രാവിലെ ആ ഒരു മടി മാറാൻ വേണ്ടി ഞാൻ മോർണിംഗ് ഡ്രിങ്ക് ലെമൺ വാട്ടർ മാറ്റിയിട്ട് ഇന്ന് കുറച്ച് ജീരകവും അതുപോലെ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളമാണ് കുടിച്ചത്. പക്ഷെ എനിക്ക് തീരെ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ മടിയായിരുന്നു ഇന്ന് മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാൻ. അങ്ങനെ രാവിലെ തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എക്സസൈസ് ചെയ്യണമെന്നും പറഞ്ഞാണ് എഴുന്നേറ്റത്. അതും ചെയ്തില്ല. ആകെപ്പാടൊരു മൂഡ് ഓഫ് ആയിരുന്നു. പക്ഷേ ഞാൻ 10 മണിക്ക് തന്നെയാണ് IMF-ന്റെ ആ ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തത്. 10 മണിയെ തൊട്ട് എന്തൊക്കെ ഫുഡ് കഴിച്ചെന്ന് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ മടിയൊക്കെ ആയി തുടങ്ങിയാലും നമ്മൾ വെയിറ്റ് കുറഞ്ഞോന്ന് നോക്കുക. 100 ഗ്രാമെങ്കിലും 100 ഗ്രാം നമ്മുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗീവപ്പ് ചെയ്ത് പോകരുത്, ഇട്ടിട്ട് പോകരുത്. നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് തന്നെ പോവുക. മാക്സിമം ഈ ഒരു മാസം കൊണ്ട് പോട്ടെ ഒരു 2 കിലോ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ. 3 കിലോ കൂടുന്നതിനേക്കായി നല്ലതല്ലേ, 2 കിലോ കൂടുന്നതിനേക്കായി നല്ലത് കുറയുന്നതല്ലേ. അപ്പൊ എന്തായാലും ഇട്ടിട്ട് പോകരുത്. എനിക്ക് മടി പിടിച്ച് ഞാൻ ഇട്ടിട്ട് പോത്തില്ല. കാരണം എങ്ങനെങ്കിലും വെയിറ്റ് കുറയ്ക്കണമെന്ന് തീരുമാനിച്ചാണ് ഞാൻ. ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയത്. എല്ലാ പ്രാവശ്യവും വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങി പകുതിക്കൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ പുതിയ കൂട്ടുകാരാന്ന് തോന്നുന്നു എനിക്ക് കമന്റ് ഇത്രയുണ്ട് വെയിറ്റ്, ഞാനും ഉണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് താങ്ക്സ്. പിന്നെ നിങ്ങളുടെ വെയിറ്റ് ഡെയിലി എൻ്റെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതി പോവുക. ഡേ 1 ഇത്ര, ഡേ 2 ഇത്ര, ഡേ 3. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓരോ ദിവസവും എത്ര വെയിറ്റ് കുറഞ്ഞെന്ന്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഹാപ്പിയാണ്, അത് കാണുമ്പോൾ എനിക്കും ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും എന്റെ വെയിറ്റ് ഇത്രയും കുറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. 2 ദിവസം കൊണ്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു ചലഞ്ചിൽ 2 ദിവസം കൊണ്ട് ഇത്രയും വെയിറ്റ് കുറയുന്നത്. പിന്നെ നാളെ ഇനിയിപ്പോ ഈ 700 ഗ്രാം ഒന്നും കുറയത്തില്ല. 100, 200, 300 ഗ്രാമൊക്കെ കുറയൂ. പിന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാമെങ്കിൽ ഒരു 500 ഗ്രാം വരെ മിക്ക ആളുകൾക്ക് ഇങ്ങനെ കുറയുന്ന കാണാൻ ഡെയിലി. ചിലവർക്ക് 300 ഗ്രാം. അപ്പൊ എന്തായാലും വർക്കൗട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വർക്കൗട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോ ആദ്യം എന്റെ ഫുഡ് ഒന്ന് കറക്റ്റ് ആക്കി, അതുപോലെ IMF കറക്റ്റ് 16:8 പാറ്റേണിൽ മുന്നോട്ട് പോയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യാന്നാണ് കരുതുന്നത്. പിന്നെ ഇന്ന് രാത്രിയിൽ നടക്കാൻ പോണോന്നൊക്കെ വിചാരിക്കുന്ന, അറിയത്തില്ല. നടക്കുവാണെങ്കിൽ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത് വരെയും ഞാൻ വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടില്ല. 6 മണിയാകുമ്പോൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ മതി ഈ വീഡിയോ എങ്കിലും നിങ്ങൾ കമന്റ് ഇടണേന്ന്. പക്ഷെ ആരും കമന്റ് ഇട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പിന്നെ രാത്രി തന്നെ ഞാൻ ഈ വീഡിയോ ഇടാം.
നിങ്ങൾക്ക് രാത്രി കാണാൻ പറ്റുന്നില്ലെങ്കിൽ രാവിലെ വിട്ടാൽ മതിയെങ്കിൽ അത് പറഞ്ഞാൽ മതി. എനിക്ക് ഈ വൈകുന്നേരം ഇങ്ങനെ ഫുഡ് പെട്ടെന്ന് 6 മണിയാകുമ്പോൾ നിർത്തി പിന്നെ ഈ ഒരു ഇൻട്രോ ഒക്കെ കൊടുത്ത് ഇതൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടുന്നത് ഒരു വലിയൊരു മെനക്കെട്ട പണിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴി പോകത്തുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീഡിയോ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ആദ്യത്തെ പറയാന്. കാരണം ഡെയിലി ഞാൻ ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. ഡെയിലി പറയാനുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് എല്ലാം കഴിക്കാം, പക്ഷേ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അരിയാഹാരങ്ങൾ ഒന്നും ഒഴിവാക്കണ്ട. എൻ്റെ ഫുഡ് കണ്ടിട്ട് നിങ്ങൾ അരിയാഹാരം ഒന്നും കഴിക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് കഴിക്കാം, ആ ഒരു ക്വാണ്ടിറ്റി ഒരളവ് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എടുക്കുന്ന ഫുഡ് തന്നെ നിങ്ങളും എടുക്കണമെന്ന് ഒരു വീഡിയോയിലോ ഒരു ചലഞ്ചിലെ വീഡിയോയിലോ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ എന്ത് ഫുഡാണോ ഉള്ളത് അത് നിങ്ങൾക്ക് കഴിക്കാം. അത് അരിയുടെ ആണെങ്കിലും ഗോതമ്പിന്റെ ആണെങ്കിലും റാഗിയുടെ ആണെങ്കിലും ഓട്സ് ആണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ചിക്കന്, മട്ടന്, ബീഫ് ഇതെല്ലാം കഴിക്കാം. ചിക്കൻ കഴിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. മട്ടനും ബീഫും ഒക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ അളവ് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഫിഷ് വറുത്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ കറി വെച്ച് കഴിക്കുക. പിന്നെ വറുത്ത് കഴിക്കുവാണെങ്കിൽ ഒരു മീനൊക്കെ എടുത്ത് കഴിച്ചാൽ മതി, ഒരു പീസ് മീന്. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് കുറയും. പിന്നെ വെയിറ്റ് തീരെ കുറയാത്തവർക്ക് ഞാൻ പറഞ്ഞു തന്ന ടിപ്പ് എന്താണ്, ഡിന്നർ നേരത്തെ ആക്കുക. അപ്പൊ നിങ്ങളുടെ വെയിറ്റ് ഉറപ്പായിട്ടും കുറയും. പിന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടം പോലെ വർക്കൗട്ട് വീഡിയോ കിട്ടും. മലയാളത്തിൽ കിട്ടും, അല്ലാതെ വേറെ ലാംഗ്വേജസിലും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഒരാഴ്ച വേണേ അത് ചെയ്തിട്ട് അടുത്ത ആഴ്ച വേറെ വർക്കൗട്ട് ചെയ്യാം. അങ്ങനെയും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്താലും വെയിറ്റ് കുറയും. പിന്നെ വർക്കൗട്ട് ചെയ്താൽ മാത്രമാണോ വെയിറ്റ് കുറയുന്നതെന്ന് ചിലവരൊക്കെ ചോദിക്കും. അല്ല, വർക്കൗട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഫുഡ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എത്ര വർക്കൗട്ട് ചെയ്താലും നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കുറയത്തില്ല. അതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ വർക്കൗട്ടും കൂടി ചെയ്താലേ നമ്മുടെ ഫാറ്റും കുറയത്തുള്ളൂ. നമ്മുടെ ആ ഒരു നമ്മൾ ഒരുപാട് നാൾ കഴിച്ച് വണ്ണം വെച്ചതല്ലേ, ഒരുപാട് നാൾ കഴിച്ച് നമ്മുടെ ഫാറ്റൊക്കെ ആയതാണ് നമ്മുടെ ബോഡിയിൽ. അപ്പൊ അത് കുറയ്ക്കാൻ, അതന്ന് കുറഞ്ഞു വരാൻ വേണ്ടി നമ്മൾ സമയം കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ 3 മാസത്തെ സമയം എടുത്ത് ന്യൂ ഇയറിന് മുന്നേ ഡിസംബർ 31 തീയതി ആകുമ്പോഴത്തേക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മുടെ ബോഡിക്ക് നമ്മൾ നന്നായിട്ട് 3 മാസമാണ് സമയമുള്ളത്. അപ്പൊ അതിനുള്ളിൽ നമുക്ക് എത്ര വേണമെങ്കിലും വെയിറ്റ് കുറയ്ക്കാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. എന്നിട്ട് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ആ ദിവസം കഴിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക, പിറ്റേ ദിവസം തൊട്ട് നോർമൽ ഫുഡിലേക്ക് വരിക, എന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിലേക്ക് വരിക. അപ്പൊ നമ്മുടെ വെയിറ്റ് കുറഞ്ഞോളും. പിന്നെ ഇന്നെന്താ പ്രത്യേകിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് തലവേദന എടുത്തിരുന്നതാണ്, പക്ഷേ വൈകുന്നേരം നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യണമല്ലോ, ഞാൻ മടി പിടിക്കരുതല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഇൻട്രോ എടുത്തത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. നാളത്തെ വീഡിയോയിൽ ഞാൻ അത് പറയുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ എൻ്റെ ഫുഡും എങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ ഫുഡും കാര്യങ്ങളും എന്തൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് മോർണിംഗ് ഡ്രിങ്ക് ഞാൻ ജീരകവും മഞ്ഞളും കൂടി തിളപ്പിച്ച വെള്ളമാണ് കുടിച്ചത്. അത് 1/2 ഗ്ലാസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. തലേന്ന് തന്നെ കുറച്ച് ബദാമും അതുപോലെ ഉണക്കമുന്തിരിയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആ ഉണക്കമുന്തിരി കുതിർത്തതാണ് കഴിച്ചത്. ആ വെള്ളവും കുടിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഞാൻ റാഗി പുട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുത്തത്. അപ്പോൾ ഇത്രയും പുട്ടും അതിൻ്റെ കൂടെ കടലക്കറിയാണ് കഴിച്ചത്. തേങ്ങ അരച്ച് ചേർക്കാത്ത കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ബദാം വെള്ളത്തിലിട്ട് കുതിർത്തത് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കൊഞ്ച് കറിയും അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തിയും ആയിരുന്നു ഇന്ന്. അപ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ലഞ്ച് തന്നെ ആയിരുന്നു. നന്നായിട്ട് വയറ് നിറഞ്ഞു. പിന്നെ ലഞ്ചിന് ശേഷം ഞാനൊരു ഡേറ്റ്സും അതുപോലെ ഒരു ഫിഗും എടുത്തിട്ടുണ്ട്. ഈവനിങ് സ്നാക്കായിട്ട് ഒരു ആപ്പിളാണ് കഴിച്ചത്. ഡിന്നറിന് ഞാൻ ഇന്ന് ഓട്സ് ആണ് എടുത്തത്. കുറച്ച് പാലും വെള്ളത്തിനകത്ത് ഓട്സ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അതിലൊരു ഡേറ്റ്സ് ചേർത്തു. 3 ബദാം ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി ഇട്ടു. അങ്ങനെ ഇതാണ് ഡിന്നറിന് കഴിച്ചത്. നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ എൻ്റെ ഫുഡൊക്കെ കണ്ടില്ലേ? ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാൻ വിശന്നിരുന്നിട്ടില്ല, ഞാൻ പട്ടിണി കിടന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രോട്ടീനായിട്ട് പിന്നെ മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ലെ കാർബ് തീരെ കഴിക്കാതിരുന്നിട്ടില്ല. അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം മിക്സ്ഡ് ആയിട്ടാണ്
ആണ് ചെയ്തത്. നിങ്ങൾക്ക് ഹെൽത്തിഫൈ മീ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ അടിച്ചു കൊടുത്താൽ എത്ര പ്രോട്ടീനായി, എത്ര ഫാറ്റായി, അല്ലെങ്കിൽ എത്ര കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിച്ചു എന്നൊക്കെ അതിൽ കാണിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഇന്നെല്ലാം എൻ്റെ ആ ഒരു ദിവസത്ത് വേണ്ട കാർബും പ്രോട്ടീനും ഫാറ്റും ഫൈബറും ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇന്നത്തെ ഫുഡിൽ നിന്ന്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ആപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം വെയിറ്റ് കുറയ്ക്കണം എന്ന് അറിയാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ BMI കാൽക്കുലേറ്റർ, ഫ്രീ BMI കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. നമ്മുടെ ഹൈറ്റും ഏജും അതുപോലെ വെയിറ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കാണിക്കും നമ്മൾ ഓവർ വെയിറ്റ് ആണോ അല്ലെങ്കിൽ ഒബസിറ്റിയിലാണോ അല്ലെങ്കിൽ എത്ര നമ്മൾ കുറയ്ക്കണം എന്നൊക്കെ അവർ പറഞ്ഞു തരും. ആ ആപ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നടക്കാൻ പോകുന്നവരാണെങ്കിൽ എത്ര സ്റ്റെപ്പ് കൗണ്ട് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൽ കയറിയാൽ ഫ്രീ ആയിട്ട് സ്റ്റെപ്പ് കൗണ്ട് ചെയ്യുന്ന ആപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെറുതെ നടക്കാം. അപ്പൊ എന്തായാലും വാക്കിങ് തന്നെ നല്ലൊരു എക്സസൈസ് ആണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എന്റെ ഫുഡെല്ലാം നിങ്ങൾ കണ്ടല്ലോ, നന്നായിട്ട് തന്നെയാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ഞാൻ വെള്ളം കുടിക്കുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെറുതെ ആണെന്ന്. ഇതാ ഈ ഒരു ബോട്ടിലിന്റെ വെള്ളം ഞാൻ കുടിച്ച് തീർത്തു. അടുത്ത ബോട്ടിൽ ഇതാ ഇവിടെ വരെ ഉണ്ട്. ഇനി ഇത്രയും വെള്ളവും കൂടി ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ കുടിച്ച് തീർക്കും. ഇന്നിപ്പോ ഇത്രയും അധികം വന്നേന്ന് വെച്ചാല് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വെള്ളം കുടിക്കാൻ ഇച്ചിരി മടിയായിരുന്നു, അതുകൊണ്ടാ. പക്ഷെ ഈ വെള്ളം കുടിച്ച് തീർത്തിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ. പിന്നെ 250 ml ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എക്സ്ട്രാ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് ഇല്ലേ അങ്ങനെ കുടിക്കും. ഗ്രീൻ ടീ ആക്കുവാണെങ്കിൽ ആ ഒരു ഗ്ലാസ് എക്സ്ട്രാ ആയിരിക്കും. ഇതിൽ കൂട്ടാതെ തന്നെ ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ 2 മുതൽ 3 ലിറ്റർ വെള്ളം വരെ കുടിക്കുക. അപ്പൊ നിങ്ങളുടെ ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വിശക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് ചിയാ സീഡ് ഉണ്ടെങ്കിൽ അത് ഒരു കുഞ്ഞു സ്പൂൺ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് കുടിക്കാമെങ്കിൽ വയറ് നല്ല ഫില്ലിംഗ് ആയിരിക്കും. അപ്പൊ വിശക്കത്തില്ല. എനിക്കിവിടെ ചിയാ സീഡ് ഇരിപ്പുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. ഇനിയുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ചിയാ സീഡ് കഴിക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല. വെള്ളത്തിലിട്ട് ചുമ്മാതെ കുതിർത്തിട്ട് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ അതിനകത്തൊരു പിന്നെ ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് ഇച്ചിരി ഹണിയൊക്കെ ചേർത്ത് കഴിക്കാം. ഹണി ശർക്കരയൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ാണ് നല്ലത്. ഞാൻ ഇന്നലെ ശർക്കരയൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ എനിക്ക് ഇന്ന് രാവിലെ ഡൗട്ടായിരുന്നു, ഇന്നലെ ഞാൻ ഇനി ശർക്കരയും ഒക്കെ കഴിച്ചോണ്ടാണോ 700 കുറഞ്ഞുള്ളൂ, അതിൽ കൂടുതൽ കുറഞ്ഞേനല്ലോ എന്നൊക്കെ. പിന്നെ 700 കുറഞ്ഞില്ല, അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഇന്നലെ ആരോ ഒരു കുട്ടി പറഞ്ഞായിരുന്നു, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, മെനഞ്ഞാത്ത വെയിറ്റ് തന്നെയാണ്, ഇന്നലെ മാറിയിട്ടില്ലെന്ന്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞത് ഡിന്നർ നേരത്തെ ആക്കി നോക്കുക, ഫുഡ് കഴിക്കുന്നതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കുക, അല്ലെ ഫുഡ് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പൊ വെയിറ്റ് എന്തായാലും കുറയും. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. നാളെ നമുക്ക് Day 4 വീഡിയോ ആയിട്ട് കാണാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്.